അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. നമ്മൾ റിഡക്ഷൻ ആർക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോൾ എൻ്റെ പേര് നൈസായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈസി ടു ഡിസിപ്ലിൻ, അതാണ് ലൈഫിലേക്ക് വേണ്ടത്. ഫുൾ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. സോ ഡിസിപ്ലിൻ കൊണ്ടുവരും ലൈഫിൽ. സോ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗാണ്. പിന്നെ വീഡിയോ എടുക്കുന്ന അതേ ദിവസങ്ങളിലോ അല്ലെങ്കിൽ തലേ ദിവസം വീഡിയോ എടുത്തിട്ട് പിറ്റേ ദിവസം ആയിരിക്കത്തില്ല ഞാൻ പോസ്റ്റ് ചെയ്തത്, വ്യത്യാസം കാണും. ഇന്ന് ലെഗ് ഡേ ആണ്. ഇന്ന് വീഡിയോ ഒക്കെ വെച്ചാൽ പാടുള്ളവരോട് നമ്മളെങ്കിലും ആൾക്കാർ നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പോലെ വരുന്നു. പിന്നെ എൻ്റെ മുടിയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു, ഷോർട്ടാക്കി കണ്ട. കാരണം എൻ്റെ മുടിയാണ് എൻ്റെ കോൺഫിഡൻസ്. 1 2 3. സോ ആരും ഇതിൽ നോക്കിയിട്ട് ഞാനെന്ത് വേണം. അപ്പം മുടി വെട്ടി കളഞ്ഞതിൻ്റെ കാര്യം, മുടി വെട്ടി കളഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുള്ളത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതിപ്പം കൊച്ചിലേ തൊട്ട് മുടിയിലാണ് എൻ്റെ എല്ലാം ഇരിക്കുന്നത്. സോ ഇപ്പം ഞാൻ ഒരു ചേഞ്ച് കൊണ്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് മുടി വളർത്താം വൺസ് നീ സക്സസ്ഫുൾ ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ. ലെഗ് നല്ലോണം വാപ്പി കൂൾ ഡൗൺ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നല്ല വേദന ആയിരിക്കും വ്യത്യാസം. കാരണം ഇപ്പോൾ ഞാൻ കുറച്ചധികം നാളേക്ക് ശേഷമാണ് ലെഗ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ നോർമൽ ചെയ്ത പോലെ ചെയ്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മടിയായിട്ട് നിർത്തുമായിരുന്നു. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ലെഗ് മസിൽസ് ഉണ്ട്. യെസ്, അത് വേറൊന്നുമല്ല, വർക്കൗട്ട് ചെയ്തൊന്നുമല്ല, അത് പണ്ട് കബഡി കളിച്ചെത്തി ഗുണമാണ്. അപ്പോൾ ഞാൻ വാപ്പിയിട്ടില്ല, വീഡിയോ എടുക്കുന്നത് എല്ലാം ഒരു ചടക്കത്തിൽ. ഹാംസ്ട്രിങ് ലൈൻകൾ, അതാണ് ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്. സൂപ്പർ സെറ്റാണ്, ടോട്ടൽ 4 സെറ്റ്. ആദ്യം ചെറിയ വീട്ടിൽ തുടങ്ങാം. ഇത് ചെയ്യാൻ ഇച്ചിരി പാടാണ്. എൻ്റെ ഹാംസ്ട്രിങ് നല്ല വീക്കാണ്. പണ്ട് തൊട്ടേ കബഡി കളിക്കുന്ന കാലം തൊട്ടേ ഹാംസ്ട്രിങ് പിടിക്കും. ഇപ്പോഴും രാത്രിയിലൊക്കെ പിടിക്കും ഈ സാധനം. ഓക്കെ, ഞാൻ ചെയ്ത പല വർക്കൗട്ടിലും പല മിസ്റ്റേക്കുകൾ കാണും, അപ്പോൾ അതിൻ്റെ ഫോം ശരിയായിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു സഹായം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോമൊക്കെ തെറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുക. ഞാനത് അടുത്ത വർക്കൗട്ട് സെക്ഷനിൽ കറക്റ്റാക്കുന്നതായിരിക്കും. ഇനി ഒരു സെറ്റ് പോലും ഇല്ല സൂപ്പർ സെറ്റിൻ്റെ. അതുപോലെ കഴിയുമ്പോൾ കാല് പറയും. ഒന്നുമില്ലെന്നറിയാൻ ചുമ്മാ പിടിച്ചതേ ഉള്ളൂ. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ലെഗ് പ്രസ് ബോഡി വെയിറ്റ് സ്കോട്ടുമാണ്. അതാണ് അടുത്ത വർക്കൗട്ട്. അത് സൂപ്പർ സെറ്റാണ്. അപ്പോൾ ആദ്യം സൂപ്പർ സെറ്റ് ചെയ്തു, ലെഗ് റെസിസ്റ്റനും ലെഗുകളും. ഇത് അടുത്ത സൂപ്പർ സെറ്റ്. സോ ഇത് രണ്ടാമത്തെ വർക്കൗട്ടാണ്. ആദ്യം ചെയ്തത് തന്നെ പറഞ്ഞു. പിന്നെ എൻ്റെ കാലിലൊരു ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ട് കേട്ടോ. കാലിൽ ഞാൻ പറഞ്ഞില്ലേ, കബഡി കളിച്ചോട്ട് വീഡിയോ കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, കബഡിക്ക് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു വട്ടം 18 വേണ്ടി ഞാൻ കളിച്ചതാണ് അസോസിയേഷൻ്റെ. പിന്നെ കോളേജ് പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് എൻ്റെ ലിഗമെന്റ് ഇഞ്ചുറിയായി, ACL ഇഞ്ചുറിയായി. അത് സർജറി ആയിട്ടില്ല ഇതുവരെ. സർജറിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നല്ല പൈസയാവും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇതല്ല, കോളേജ് പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു എമൗണ്ടാണ്.
എനിക്ക് ആരോഗ്യ ഇൻഷുറൻസും ഇല്ല ആ സമയത്ത് എനിക്ക് വരെ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല. അതൊക്കെ വേറെ കാര്യം അങ്ങോട്ടേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടില്ല തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കാണിക്കില്ല പോകുന്നവരും തോന്നും. ബോഡി വെയിറ്റ് കൂടുമ്പോൾ ആ ഒരു വർഷം വരും. ഇപ്പോൾ ആ ഒരു വർഷമില്ല, ഇല്ലെന്നും പറയാം. പക്ഷെ എനിക്ക് പേടിയുണ്ട്. ഞാനപ്പോൾ എല്ലാം നോക്കിക്കൊണ്ട് ചെയ്യത്തുള്ളൂ. അപ്പം ഈ ലെഗ് വർക്കൗട്ടിൻ്റെ ഡേയുടെ അതെല്ലാം ഞാൻ ലൈറ്റ് വെയിട്ടായിരിക്കും ചെയ്യുന്നത്. ആ പാട് യുവത്തെ മാത്രമേ ഉള്ളൂ കുറച്ച് വെയിറ്റ് ചെയ്ത് വരുന്നത്. സ്കോട്ടൊക്കെ ശരിക്കും പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൂപ്പർ സെറ്റിലേക്ക് തിരിഞ്ഞത്. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. പൊക്കി വെച്ചേക്കോളാം ഒരുപാട്. യെസ്, തക്കോന്ന് ശബ്ദം കേട്ട് സദ്യ വേണ്ട തെറി വിളിക്കാൻ കാര്യമായി. അത് കയ്യിൽ നിന്ന് പോയാ. ഓക്കെ, ഇപ്പം കറക്റ്റായി. പോട്ടെ. Easy one. Yes. One. 2. 3. Yeah. Hey, va. Ready. 6. Aduh. One. 3. 2. Aduh. ഇത് കാണുന്ന പോലെയല്ല, നല്ല പാടാണ്. ഇത് സൂപ്പർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പോകത്തില്ല. ഈ സോക്സ് ഊരണം കേട്ടോ, അവിടുത്തെ കാല് തന്നുന്നുണ്ട്. എൻ്റെ ഷൂ ഇല്ലേ, എൻ്റെ ഷൂ ലെഗ് ഗെയിം ഇടാൻ പറ്റുമെന്നല്ല. കാരണം അതിൻ്റെ ഈ ഉപ്പൂറ്റയുടെ ഭാഗം വരുമ്പോഴുള്ള സോളിൻ്റെ ലെങ്ത്ത് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഒരു കുഷനിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ കാലിൻ്റെ ബാലൻസ് പോകുന്നതിൻ്റെ ഫീലെനിക്ക് കിട്ടും. ഫീലിന് കിട്ടുന്നില്ല, ഫീലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഒന്നാമത് ആ ലിഗമെൻ്റ് ഇഞ്ചുറി അതിൻ്റെ കൂടെ ഈ സൂപ്പർ സെറ്റ് ലാസ്റ്റ് നമ്മൾ ഈ സൂപ്പർ സെറ്റ് കാണണം ചെയ്തപ്പോഴത്തേക്ക് ഇടപാട് വിചാരിക്കുന്ന പോലെയല്ല, നല്ല പാടാണ്. അതിനോട് എനിക്ക് തല നടന്നതൊക്കെ വരുന്നത്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ലെഗ് ചെയ്യുന്നത്. അത് ഇത്ര ഇൻറ്റൻസീവായിട്ട് പുഷ് ചെയ്തപ്പോൾ ഇടപാട് ചെയ്തത്. കാരണം നോർമലി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ട് ഒരു സെറ്റ് ചെയ്ത് റെസ്റ്റ് എടുത്ത് അടുത്ത സെറ്റ് ചെയ്യുന്ന പോലെയല്ല സൂപ്പർ സെറ്റ് ചെയ്യുന്നത്. 2 വർക്കൗട്ട് ഒരുമിച്ച് ചെയ്തിട്ടാണ് സൂപ്പർ സെറ്റ് ചെയ്യുന്നത്. അതും ഈ ലെഗ് പ്രസ്സും സ്കോട്ടും ഒരു രക്ഷയില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് വെയിറ്റില്ല സ്കോട്ട് ചെയ്യുമ്പോൾ കിട്ടുമോ എന്നായിരുന്നു. പുള്ളി പൊങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അയ്യോ, ഇനി ഒരു റൊമേൻ ഡെഡ് ലിഫ്റ്റും പിന്നെ കാഫിൻ്റെ ഒരു സൂപ്പർ സെറ്റ് കൂടെ ഉള്ളൂ. അതോടെ കണ്ടപ്പോൾ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. വർക്കൗട്ടെന്ന് പറയുന്നത് റൊമേനിയ ഡെഡ് ലിഫ്റ്റാണ്, ഹാംസ്ട്രിങ്ങിന് വേണ്ടി. എൻ്റെ പടച്ചോനെ, ഇത് ആക്ച്വലി ചെറിയ വെയിറ്റാണ്, പക്ഷേ ഇത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എൻ്റെ ഹാൻഡ്സിന് വീക്കാണ്. ഇവിടെ പിടിക്കുന്ന പോലെ വരും. അങ്ങനെ ലാസ്റ്റ് വർക്കൗട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനിടയ്ക്ക് എൻ്റെ ഹാംസ്ട്രിങ് പിടിച്ച് ഞാൻ കുറച്ചധികം നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. ഇത് കാഫ് റൈസ്, അതായത് സീറ്റഡ് കാഫ് റൈസും സ്റ്റാൻഡിങ് കാഫ് റൈസ്. അതാണ് സൂപ്പർ സെറ്റ്. വെയിറ്റ് ആണ് ഗൈസ്. 8 ഇതും
3 സെറ്റേ ഉള്ളൂ. സ്റ്റിൽ ഫെയിലിയർ. പോകുന്നൊരു 8-9 റപ്പ്, 8 to 9 അല്ലെ 10 അത്ര റപ്സാണ് മാക്സിമം പോകുന്നത്. ഇത് കഴിഞ്ഞ് സ്ട്രെച്ച് ചെയ്യണം. കാഫൊക്കെ എനക്കാര്യം ശരിക്കും അറിയാവുന്നുണ്ട്. കാഫ് മസിൽ വല്ലതും ഉണ്ടോ? എനിക്ക് മസിലൊന്നും ഇല്ല ഗൈസ്. അങ്ങനെ ഇല്ല, വർക്കൗട്ട് കംപ്ലീറ്റ് കഴിഞ്ഞ് എനിക്ക് സ്ട്രെച്ച് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. ആക്ച്വലി ഇത് സ്ട്രെച്ച് നല്ല വേണം. ഞാനിതൊക്കെ പഠിക്കുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾ ഓർത്ത് വെക്കണം, ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഇതെന്താ ഇത് ഇങ്ങനെ? അപ്പോൾ ഓവറോൾ ലെഗ് വർക്കൗട്ട് അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. ഞാനപ്പോൾ സ്ട്രെച്ച് ചെയ്തിട്ട് വരാം.